കണ്ട ആ സൈഡ് ആക്സസ് നമുക്ക് തുറക്കാൻ പറ്റും. ഓപ്പൺ ചെയ്ത് വരുന്ന ഹൈഡ്രോളിക് മൗണ്ടാണ് കേട്ടോ. കണ്ടില്ലേ സെറ്റപ്പ് നോക്ക്. ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഒന്ന് എൻഗേജ് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് നോക്കിക്കോട്ടെ. ഞാൻ സൈഡ് സ്റ്റാൻഡ് കണ്ട ഇതിൻ്റെ ബ്രേക്സ് എൻഗേജ് ചെയ്ത്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളപ്പോൾ ഇന്ത്യത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ് BMW CE04 ആണ് കേട്ടോ. ദ അൾട്രാ ലക്ഷറി ഇലക്ട്രിക് സ്കൂട്ടർ. ഇതിൻ്റെ പ്രത്യേകത ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹെഡ്ലൈറ്റ് യൂണിറ്റ് നോക്കി LED പ്രൊജക്ടേഴ്സ് ആണ് കേട്ടോ കൊടുത്തേക്കുക. പിന്നെ ഇവിടെ കൂടി നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും, കണ്ടില്ലേ കുട്ടി 35mm ഷോവ ഫോക്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൊള്ളാല്ലേ. ടെലിസ്കോപ്പിക് യൂണിറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സൈസ് നോക്കും 120 സെക്ഷൻ ടയേഴ്സാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അത് സൂപ്പർ മാക്സിസ് ടയർസ്, മാക്സിസിൻ്റെ ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് നോക്കും ട്വിൻ ഡിസ്ക് റോട്ടേഴ്സാണ് കേട്ടോ. 265mm ഡിസ്ക് റോട്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ജെജുവാൻ്റെ കാലിപ്പേഴ്സ്, അത് റേഡിയലി മൗണ്ടഡ് കാലിപ്പേഴ്സാണ് ഫോർ എ സ്കൂട്ടർ. BMW F900 GSന് ആക്സിലാണ് വരുന്നത്. ഇതിന് റേഡിയൽ കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് പോയിക്കാൻ ഒരു റേഡിയേറ്റർ കാണാൻ പറ്റും കേട്ടോ. അതെന്തിനാണ് സെറ്റപ്പ് എന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ വണ്ടി കംപ്ലീറ്റ്ലി കീലെസ് ആണ് കേട്ടോ. ഈ ഫോബ് മാത്രം നമ്മുടെ കൈവശം വെച്ചാൽ മതി. എന്നിട്ട് ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് തന്നെ കണ്ടില്ല 10.25 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ്. ബ്യൂട്ടിഫുൾ TFT ഡിസ്പ്ലേ. ABS Pro ഉണ്ട് കേട്ടോ. കോർണറിങ് ABS ഉള്ള വേരിയൻ്റ് ഡൈനാമിക് പാക്കേജ് ഉള്ള വണ്ടി കേട്ടോ. മോഡ്സ് ഉണ്ടല്ലേ, എക്കോ മോഡ് ഉണ്ട്, മര്യാദക്ക് സാധാരണയൊക്കെ ഓടിക്കാൻ വേണ്ടി എക്കോ മോഡ് ഉണ്ട്. പിന്നെ റെയിൻ മോഡ് ഉണ്ട്, റോഡ് മോഡ് ഉണ്ട്, ഡൈനാമിക് മോഡ് അൺലോക്ക്ഡ് ആണ് കേട്ടോ. ഡൈനാമിക് മോഡിലാണ് ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്ന, ഏറ്റവും കൂടുതൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒക്കെ. എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് ത്രോട്ടിൽ ജസ്റ്റ് വിട്ടുകൊടുത്ത് തന്നെ വണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. ആ സെറ്റപ്പൊക്കെ ഓടിക്കുമ്പോൾ ബെറ്റർ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡ് റിയർ ബ്രേക്കാണ്, റൈറ്റ് സൈഡ് ഫ്രണ്ട് ബ്രേക്കാണ്. നോർമൽ സെറ്റപ്പ് പോലെ, പക്ഷേ ലിങ്ക്ഡ് ബ്രേക്ക് ഒന്നുമില്ല. ABS Pro ഫ്രണ്ടും ബാക്ക് ABS ഉള്ള. പിന്നെ ഈ വേരിയൻറ്റിൽ കോർണറിങ് ABSും കൂടി അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നോർമൽ BMW സെറ്റപ്പുള്ള സ്വിച്ച് ക്യൂബ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ല ആ നാവിഗേഷൻ വീല് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഫുൾ കൺട്രോൾ ചെയ്യാൻ ഡിസ്പ്ലേ ഒക്കെ മാറുന്ന കണ്ടില്ല സെറ്റപ്പ്. പല ട്രിപ്പ് കമ്പ്യൂട്ടർ എല്ലാ സാധനം ഇതിൽ നിന്ന് നമുക്ക് നാവിഗേറ്റ് ചെയ്യാം. ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസൊക്കെ വരുന്ന മെനു ഒക്കെ ഇതിലൂടെ നാവിഗേറ്റ് ചെയ്യുക. എല്ലാ സാധനം ഒരു റിവേഴ്സ് മോഡും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചത് ആ സെറ്റപ്പ് കാണിച്ചത്. അതിന് മുമ്പ് ഇതിൻ്റെ ഓവറോൾ ബാക്കി ഫീച്ചേഴ്സൊക്കെ ഒന്ന് കാണിച്ചത് കേട്ടോ. പിന്നെ ഒരു സെറ്റപ്പ് കാണിച്ചാൽ ഇതേ കണ്ടില്ല, നമ്മുടെ ഫോണൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു ഫാൻ കൂൾഡ് സ്റ്റോറേജ് ആണ് വെച്ചത്. അപ്പോൾ ഫോണൊന്ന് ഓവർ ഹീറ്റാൽ ഒരു USB-C ചാർജിങ് പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടച്ചു വെക്കാം. പിന്നെ സെറ്റപ്പ് 12 വോൾട്ട് വേറെ ചാർജർ ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൂടെയാണ് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യുന്നത് കേട്ടോ. ആ പോർട്ട് കണ്ടില്ലേ, നോർമൽ ഓലയിലൊക്കെ വരുന്ന കാർ ടൈപ്പ് സിസ്റ്റംസിലൊക്കെ വരുന്ന ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് കേബിളാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം നോർമൽ ചാർജിങ് വീട്ടിലേക്ക് കുത്തി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 4 hours ഫുൾ ചാർജ് ആവുന്നതാണ്. അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ആണ് 1.5 hours ഫുൾ ചാർജ് ആവുന്ന കേട്ടോ. സെറ്റപ്പ് നോക്കണേ. വേറൊരു ഹൈലൈറ്റ് ഞാൻ കാണിച്ച ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡ് ആക്സസ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഫുൾ സൈസ് ഹെൽമെറ്റൊക്കെ ഈസിലി സ്റ്റോർ ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, അത് ഞാൻ ഇപ്പോഴാണ് നോട്ട് ചെയ്യണത്. അത് എന്തിനായിരിക്കും കൊടുത്തിരിക്കുന്നത്? ഇനി ഈ പോർഷൻ വല്ല ഹീറ്റായി കഴിഞ്ഞാൽ റൈഡിങ് സീറ്റിലോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയാണോ കൊടുത്തിരിക്കുന്നത്? മേ ബി. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലുക്സിന് വേണ്ടി കൊടുത്താൽ ഇറ്റ് ലുക്സ് ഗുഡ് കേട്ടോ. ഈ BMW ഡിസൈനൊക്കെ സെറ്റപ്പാണ്. പില്ലിയൻ ഫുഡ് പെഗ്സൊക്കെ കണ്ടില്ലേ, എത്ര റബ്ബർ പാഡിങ്ങാണ് കൊടുത്തേക്ക്, വൈബ്രേഷനോ അത്രയും കംഫർട്ടിന് വേണ്ടിയാണ് ഈ സെറ്റപ്പ് കൊടുത്തേക്ക്. അത് റിമൂവബിൾ ആണോ? യെസ്, റിമൂവബിൾ കൂടിയാണ്. വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. മാത്രമല്ല ഇത് കണ്ടില്ലേ, ഒരു സെൻറ്റർ സ്റ്റാൻഡും കൂടി കൊടുത്തിട്ടുണ്ട്. റിയർ വീൽ നോക്കും, ഒരു 160 സെക്ഷൻ റിയർ വീലാണ് കൊടുത്തത്. സൂപ്പർ മാക്സിസ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും 15 ഇഞ്ചാട്ടോ, ഫ്രണ്ടും ബാക്ക് 15 ഇഞ്ചാണ്. പിന്നെ അത് കവേർഡ്, ആ വീൽ കവറും കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം റെസിസ്റ്റൻസ് വരാണ്ടിരിക്കാൻ വേണ്ടി, കൂടുതൽ റേഞ്ച് എഫിഷ്യൻസിക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഹൈവേസിൽ ഓടിച്ച് നോക്കിയപ്പോൾ ഞാൻ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ക്രോസ് വിൻഡോ ഒന്നും പിടിച്ചില്ല. പക്ഷേ കുറച്ചും കൂടി നമുക്ക് റൈഡ് ചെയ്തിട്ട് നോക്കാം കേട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന്. നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്ന EVM BMW മോട്ടറായിട്ട് നാട്ടു. നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ കാസൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ട്, അതിന് മുമ്പ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ EVM വീൽസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ കാസൊക്കെ റെൻ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം 400+ മോട്ടോർ സൈക്കിൾസ്, 300+ കാർസാണ് അവർക്ക് അവൈലബിൾ ഫോർ റെൻ്റ് കേട്ടോ. അറ്റ് അഫോർഡബിൾ പ്രൈസസ് നിങ്ങൾക്ക് റെൻ്റ് എടുക്കാൻ പറ്റുന്ന, എന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മേടിക്കുന്ന മുമ്പേ ഒരു നോർമൽ ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവ് എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടില്ല. എൻ്റെ വണ്ടിയുടെ ഹാൻഡ്ലിങ് എങ്ങനെ, എൻ്റെ ഫീഡ്ബാക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ നിങ്ങൾ ആ വണ്ടി റെൻ്റ് എടുത്ത് ഒരു ലോങ് ഡ്രൈവൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഐഡിയ കിട്ടും. നിങ്ങൾക്ക് പറ്റിയ പെർഫെക്റ്റ് വെഹിക്കിളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് EVM വീൽസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി ട്രിപ്പൊക്കെ പോകാൻ ഒരു 7 സീറ്റർ SUV ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ, റെൻ്റ് എടുക്കാൻ പ്ലാൻ ഉണ്ട്, EVM വീൽസ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ റിയർ സെക്ഷൻ നോക്കുക.
വേറെ സെപ്പറേറ്റ് ആയിട്ട് ടെയിൽ ലൈറ്റ് ഒന്നുമില്ല, ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇൻഡിക്കേറ്റേഴ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ടെയിൽ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കൂടി. ഇത് പക്ഷേ ബാക്കിലോട്ടൊക്കെ തട്ടി പൊട്ടാൻ കുറച്ച് സാധ്യതയുണ്ട്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഓടിക്കുക. അതിൻ്റെ ഷോക്കൊക്കെ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള മോണോ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. ബെൽ ഡ്രിവൺ ആണ്. മോട്ടറിൻ്റെ കഥയൊക്കെ ഞാൻ പറയാം. ഇതേക്കടെ റിയലും 265 ഡിസ്ക് റോട്ടറാണ് കൊടുത്തത്. സിംഗിൾ പിസ്റ്റൺ കാലിപ്പറൊക്കെ ബാക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മോട്ടർ അത് ലിക്വിഡ് കൂൾ, അതിനുള്ള റേഡിയേറ്റർ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടെങ്കിൽ ആ റേഡിയേറ്റർ വെച്ചിട്ട് ഈ മോട്ടർ കൂൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് ഇതിൻ്റെ ബാറ്ററി മോട്ടർ BMW കാസ് പാസഞ്ചർ കാസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു യൂണിറ്റ്. അതിന് ഡിഫറെൻറ്റ് ഹൗസിങ് ഒക്കെ കൊടുത്ത് വെച്ചേക്കുക. ഇതിൻ്റെ ബാറ്ററി മൗണ്ട് ചെയ്തൊക്കെ അടിക്കൂടി നോക്കി കാണാൻ പറ്റും. ഫ്ലോ ബോർഡിലായിട്ട് കൊടുത്തേക്കുക. അപ്പോൾ ബെറ്റർ കൂളിംഗ് കിട്ടുന്നതുകൊണ്ട് അത് എയർ കൂൾഡ്, പക്ഷേ മോട്ടറിന് അധികം കൂളിംഗ് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇത്രയും പെർഫോമൻസ് ഓഫർ ചെയ്യുന്നതുകൊണ്ട് അത് ലിക്വിഡ് കൂൾഡ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ മോട്ടർ ഏകദേശം 42 ഹോഴ്സ് പവർ 62 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെറ്റപ്പ് മോട്ടർ അല്ലേ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ആയിട്ട് ഇവിടെ 8.9 kWh ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു 130 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന BMW പറഞ്ഞാൽ ഞാൻ ഓടിച്ചിട്ട് ഏകദേശം 120 കിട്ടും കേട്ടോ. ഏകദേശം ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് മര്യാദക്ക് ഓടിച്ചാൽ പറഞ്ഞിട്ട്, പക്ഷേ മര്യാദക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല. എന്നാൽ അത്രയും മാത്രം അടിപൊളി ത്രോട്ടിൽ റെസ്പോൺസ് ഉള്ള ഒരു അർബൻ യൂട്ടിലിറ്റി വെഹിക്കിളാണ് കേട്ടോ. സെറ്റപ്പ് വണ്ടിയെ ഇത് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഐഡിയ കേട്ടോ. അത് ഓടിച്ച് ഞാൻ കാണിച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോഡി വർക്ക്സ് ഒക്കെ നോക്കുക. ആ എയർ റൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടില്ല ഒരു ഇൻറ്റഗ്രേറ്റഡ് വിംഗ്ലെറ്റ് പോലത്തെ സ്ട്രക്ചറാണ് കൊടുത്തത്. അത്ര ടോപ്പ് സ്പീഡിൽ എയർ ഉണ്ടെങ്കിൽ ഡ്രാഗ് ഒന്നുമില്ല, പക്ഷേ എയർ റൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇൻടു ദ ബാറ്ററി ആണെങ്കിൽ ബാറ്ററിക്ക് കൂളിംഗ് കിട്ടാൻ വേണ്ടി അങ്ങനത്തെ കുറേ സെറ്റപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലോർ ബോർഡും ഒക്കെ ഇതൊരു സ്റ്റെപ്പ് ഓവർ ഫ്രെയിം. മാക്സി സ്കൂട്ടേഴ്സിലൊക്കെ ചിലത് കാണില്ലേ സ്റ്റെപ്പ് ഓവർ ഫ്രെയിം പോലെ. നമുക്ക് നോർമൽ ഈ ആക്റ്റീവൊക്കെ പോലെ കാല് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റില്ല, പക്ഷേ കാല് ഇങ്ങനെ എടുത്ത് ഓവറായിട്ട് വെക്കണം. സ്റ്റെപ്പ് ഓവർ ഫ്രെയിംസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ സീറ്റ് നോക്ക്, എന്ത് ഫ്ലാറ്റ് സീറ്റ് അല്ലേ. പിന്നെ നോക്കി ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീൽ ബേസ് ആണ്. എന്ത് ലോങ് വെഹിക്കിളാണ് ഇത് നോക്ക് അല്ലേ. ഇതിൻ്റെ ഫ്രണ്ട് ആക്സിൽ ടു റിയർ ആക്സിൻ്റെ ലെങ്ത് നോക്കി, എന്ത് വലിയ ലെങ്ത്താണ് കൊടുത്തത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കട്ടെ, അത്യാവശ്യത്തിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്താൽ ഒരു 150-160 ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയത്തെ ബാറ്ററിക്കുള്ള വെൻറ്റിങ് കണ്ടില്ലേ, എയർ വെൻറ്റിലേഷന് വേണ്ടിയുള്ള ആ ചാനലൊക്കെ കണ്ടില്ലേ. പിന്നെ നമുക്ക് ആ BMW ലോഗോ വഴി കൊടുത്തേക്കുന്നത്. സ്റ്റിക്കർ ഇടുന്നില്ല, ഒഫീഷ്യലായിട്ടുള്ള BMW ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പൊക്കെ ഉള്ളതല്ലേ. പിന്നെ വണ്ടി ഓഫ് ആയിരിക്കുന്ന സമയത്ത് കണ്ടേ തുറക്കാൻ പറ്റില്ല. വണ്ടി കീ ഉണ്ട്, ഫോബ് ഞാൻ വണ്ടിയുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ഇത് പ്രസ് ചെയ്താൽ വണ്ടി അൺലോക്ക് ചെയ്ത് കണ്ട ആ സൈഡ് ആക്സസ് നമുക്ക് തുറക്കാൻ പറ്റും. ഓപ്പൺ ചെയ്ത് വരുന്ന ഹൈഡ്രോളിക് മൗണ്ടാണ് കേട്ടോ. കണ്ടില്ലേ സെറ്റപ്പ് നോക്ക്. പിന്നെ ഇത് കേബിൾ വണ്ടിയാണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഏകദേശം 120 km/h ലിമിറ്റഡ് ആണ്. പെട്ടെന്നാണ് കയറുന്നത്. 0 to 50 ഇൻ ഓൾമോസ്റ്റ് 2 seconds 2.2 സെക്കൻഡ്സിലൊക്കെ ഉണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ. പെട്ടെന്ന് മിന്നായം പോലെ ഡൈനാമിക് മോഡിൽ ഇത് 0 to 50 അടിക്കുന്ന 0 to 100 9 സെക്കൻഡ്സിലാണ് അച്ചീവ് ചെയ്യണം. മാരക ഫാസ്റ്റ് വണ്ടി കണ്ടോ, ഫോർ എൻ ഇലക്ട്രിക് സ്കൂട്ടർ കേട്ടോ. ഇത് ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയും കൂടിയാണ്. കണ്ടില്ലേ ഇതിൻ്റെ എർഗണോമിക്സ് എന്ന് കാണിച്ചാൽ കണ്ട ഇതിന് വെയിറ്റ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഈ വണ്ടിക്ക് കണ്ട ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ട്. 231 kgs ആണ് ഇതിൻ്റെ വെയിറ്റ് കേട്ടോ. കണ്ട വെയിറ്റ് ഉള്ള സ്കൂട്ടർ. വേറൊരു സംഭവം കാണിച്ചാൽ കണ്ട ഇപ്പോൾ വണ്ടി നമുക്ക് നീക്കി മാറ്റാം. കണ്ടില്ലേ ഓഫാണ്, നമുക്കിങ്ങനെ നീക്കിയൊക്കെ മാറ്റാം. ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഒന്ന് എൻഗേജ് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് നോക്കിക്കോട്ടെ. ഞാൻ സൈഡ് സ്റ്റാൻഡ് കണ്ട ഇതിൻ്റെ ബ്രേക്സ് എൻഗേജ് ചെയ്ത് കണ്ട ഇനി അനങ്ങില്ല. അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒന്നും റിക്വയർമെൻ്റ് ഇല്ല, ഓട്ടോ ഹിൽ ഹോൾഡൊന്നും വേണ്ട. ഓഫാക്കി ഇവിടെ സൈഡ് സ്റ്റാൻഡ് അനങ്ങില്ല വണ്ടി കണ്ടോ. എത്ര വലിച്ചാലും നീങ്ങില്ല കേട്ടോ. കൊള്ളാമല്ലേ. സോ ഫോബ് എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാനൊരു ബട്ടൺ ടാപ്പ് ചെയ്ത് ആ 10.25 inch TFT ഡിസ്പ്ലേ ലിറ്റായി വന്നാണ്ടില്ലേ. കൊള്ളാമല്ലേ. സോ 49% ചാർജ് ഉണ്ട്. ഇന്നലെ അക്രമമായിട്ട് ഓടിച്ചാൽ ഡൈനാമിക് മോഡിലാണ് 56 കിലോമീറ്ററും കൂടി ഓടും കേട്ടോ. ഇപ്പോൾ ഞാൻ അത് മാറ്റി എക്കോ മോഡിലോട്ടാക്കി. എക്കോ മോഡിൽ 63 കിലോമീറ്റർ ഓടും. ഒരു 10 കിലോമീറ്റേഴ്സ് ഏകദേശം 20% ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഏകദേശം 20% ഡിഫറൻസ് ഉണ്ട്. എക്കോ മോഡിൽ കുറച്ച് ആ റീജിയൻ ബ്രേക്കിംഗ് അത്രമാത്രം സെറ്റപ്പ് ആയിരിക്കില്ല, പക്ഷേ ഡൈനാമിക് മോഡിൽ ശരിക്കും അറിയാൻ പറ്റും ആ റീജിയൻ ബ്രേക്കിംഗ് ഒക്കെ. നമ്മുടെ ത്രോട്ടിൽ വിടുമ്പോൾ തന്നെ വണ്ടി കുത്തി നിൽക്കുവാണ്. അപ്പോൾ ബ്രേക്സ് നിങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു റിക്വയർമെൻ്റ് ഇല്ല. അതിന് മുമ്പ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ കണ്ട കൈയൊന്നും തിരിച്ചാൽ നീങ്ങാത്തണ്ടില്ല, വണ്ടി ഓണല്ല. ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ട പ്രോപ്പർ മോട്ടോർ സൈക്കിൾസ് BMW മോട്ടോർ സൈക്കിൾ കൊടുത്തേക്കുന്ന പോലെ ആ സ്റ്റാർട്ടർ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തന്നെ റെഡി. കണ്ട വണ്ടി റെഡിയാണ്. ഇവിടുന്ന് കഴിയും ചാടി പറന്നു പോട്ടോ, അത് ശ്രദ്ധിക്കാം. പിന്നെ 231 kilos അല്ലേ വണ്ടി. ഇതെങ്ങനെ ഈസി ആയിട്ട് തള്ളി നീക്കാനൊക്കെ കുറച്ച് പാടായിരിക്കില്ലേ. അതിനൊരു റിവേഴ്സ് മോഡും കൊടുത്തത്. റിവേഴ്സ് ബട്ടൺ നിൽക്കിയിട്ട് റോട്ട് കൊടുത്താൽ ബാക്കിലോട്ട്. പക്ഷേ ബാക്കിലോട്ട് നീട്ടം നോക്കുക, ശ്രദ്ധിച്ച് വന്നിട്ട് കൊടുക്കുക എന്നിട്ട് അത് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലോട്ട് പോട്ടോ. ഉണ്ടായി തിരിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്ര ലോങ് വീൽ ബേസ് ഇത്ര വെയിറ്റുള്ള വണ്ടി തിരിക്കാനൊക്കെ പാടായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ടാസ്കും ഇല്ല കേട്ടോ. ഭയങ്കര സീനാണ്, ഭയങ്കര എളുപ്പത്തിൽ വളയ്ക്കാം. അതേ റിവേഴ്സ് ഞാൻ നോക്കി പിടിച്ച് കണ്ടാ വണ്ടി ചാടി പറന്നാണ്ട് പോകണം. എന്നിട്ട് കൈ കൊടുത്ത് എഫേർട്ട്ലെസ്ലി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കൊള്ളാം.
കണ്ടില്ല, അങ്ങനെ കുറേ മൊത്തം ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് ഓഫാക്കുക. അല്ലെങ്കിൽ ഈ വണ്ടിക്ക് ശബ്ദമൊന്നുമില്ലാതെ അറിയാണ്ട് കൈ കൊടുത്താൽ പറന്ന് നിൽക്കോട്ടെ വണ്ടി. സോ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ ഓഫ് മോഡിലോട്ട് ഇടാം. വണ്ടി ഇതേ സ്റ്റോപ്പ് കിൽ സ്വിച്ച് പോലത്തെ മോഡാണ്. മോട്ടർ ഡിസാം ചെയ്യണം മോഡിലോട്ട് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ പണി കിട്ടും. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ വേറെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കണ്ട മോഡ് സ്വിച്ച് ഉണ്ട്. ഈ മോഡ് സ്വിച്ച് ഡബിൾ ടാപ്പ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മോഡിലൂടെ മാറ്റാട്ടോ. ഡൈനാമിക് മോഡ് അക്രമം. നിങ്ങൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ വണ്ടി EVM മോട്ടറായിട്ടുള്ള അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് അവൈലബിൾ. ജസ്റ്റ് ഓടിക്കുമ്പോൾ ഡൈനാമിക് മോഡിലിട്ടൊന്ന് കൈ കൊടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് ആ സെറ്റപ്പ് മനസ്സിലാവുള്ളൂ കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ത്രോട്ടിൽ റെസ്പോൺസ് കേട്ടോ. ഈ വണ്ടി കാണുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുക സീറ്റിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ എന്ന്. സീറ്റ് ഓപ്പൺ ഒന്നും ചെയ്യാൻ പറ്റില്ല, പകരം എന്തേ ഈ ബട്ടൺ നിൽക്കുക കണ്ട തുറന്ന് വന്ന സെറ്റപ്പ് ഒക്കെ ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ലോങ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വന്ന ഹാർഡസ് ഫേമർ സൈഡാണ് കേട്ടോ. ഷോർട്ടർ റൈറ്റ് സിറ്റി റൈറ്റ്സ് ഒന്നും യാതൊരു സീനില്ല. ലോങ് ഒന്ന് കൊണ്ടുപോയാലും കറക്റ്റ് ഫീഡ്ബാക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഒക്കെ അലൂമിനിയം സൈഡ് സ്റ്റാൻഡായിട്ട് കൊടുത്തത്, വെയിറ്റ് റിഡക്ഷന് വേണ്ടി കൊടുത്തത്. പക്ഷേ എന്നാലും 231 kgs വണ്ടിക്കുണ്ട്. കണ്ട 780 mm സീറ്റായിട്ട് ഞാൻ 5'8" എനിക്ക് കണ്ട ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 231 kgs ആണ് എൻ്റെ വെയിറ്റ്. കുറച്ച് വെയിറ്റ് കൂടുതൽ, പക്ഷേ ഓടി തുടങ്ങുമ്പോൾ ഒന്നും അറിയില്ല കേട്ടോ. നോക്ക് എർഗണോമിക്സ് നോക്ക്, ഞാൻ എന്ത് കംഫർട്ടബിൾ ആയിരിക്കുന്നല്ലേ. എൻ്റെ ക്ലിപ്പ് ഓൺ ടൈപ്പ് ഓഫ് ഹാൻഡ് ബാസ് റേസ് ചെയ്ത് വന്നേക്കുക. കണ്ടില്ലേ, കൊള്ളാമല്ലേ, സെറ്റപ്പൊക്കെ കൊള്ളാം. പ്രോപ്പർ അപ്രൈറ്റായിട്ടിരിക്കുന്നത്, കസേര ഇരിക്കുന്ന സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ ഉണ്ടാ ഡൈനാമിക് ബോർഡ് തൊട്ടാൽ വണ്ടി പറക്കും കേട്ടോ. പിന്നെ വെയിറ്റ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചരിക്കാം. ഒന്ന് ചരിച്ച് വെച്ചിട്ട് അത്രയും ടോർക്കാണ് കേട്ടോ. പിന്നെ ഓ സെറ്റപ്പേ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മോട്ടർ അടിപൊളി മോട്ടർ. BMW പാസഞ്ചർ കാർസിൽ നിന്ന് എടുത്തൊരു ഇലക്ട്രിക് മോട്ടറാണ് കേട്ടോ. അത് ഏകദേശം ഞാൻ പറഞ്ഞത് 42 ഹോഴ്സ് പവർ 62 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മൗണ്ട് ചെയ്തിരിക്കുന്ന ഷാസിയില്ല, സ്വിംഗ് ആമിലോ അല്ല, അതേപോലെ ഹബ് മൗണ്ടറൊന്നുമല്ല, ഇതിൻ്റെ ഷാസിയിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വിംഗ് ആമിൽ വരുന്ന അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല ഇത് സിംഗിൾ സൈഡ് സ്വിംഗ് ആമും കൂടിയ അൺസ്പ്രങ് വെയിറ്റ് കുറച്ച വണ്ടിയാണ്. മാത്രമല്ല ഇതിൻ്റെ ബാറ്ററി എവിടെ മൗണ്ട് ചെയ്യുക, ഫ്ലോ ബോർഡ് ഏറ്റവും അടിയിലാണ് കൊടുത്തത്. അപ്പോൾ ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ലോവർ അൺസ്പ്രങ് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അത് ഹാൻഡ്ലിംഗ് അടിയോ. ഇത്രയും വീൽ ബേസ് ആണെങ്കിലും അടിപൊളി ഹാൻഡ്ലിംഗ് ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും ഒരു റൈഡ് പോയിട്ട് വരാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇതിൻ്റെ എക്സ്ഷോറും പ്രൈസ് വരുന്ന 1535 lakhs ആണ് കേട്ടോ. 15.35 lakhs എക്സ്ഷോറും കോച്ച്. ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം 17 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് വരും കേട്ടോ. നൗ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർ എ സ്പെൻ. ഓ എന്ത് വണ്ടിയത്, ലോങ് വീൽ ബേസ് ഒരു വണ്ടിയാണ് കേട്ടോ. പക്ഷെ വിശാലമായിട്ട് ഇരുന്നു പോവാ, പറക്കോ എൻ്റെ അമ്മേ. ഇത് എത്ര നീട്ടമുണ്ട് വണ്ടിക്ക്. എനിക്ക് വണ്ടിയുടെ ഡയമെൻഷൻസ് ഇതുവരെ മനസ്സിലോട്ട് അങ്ങോട്ട് വന്നിട്ടില്ലട്ടാ. ഇടയിൽ കൂടി കൊണ്ടുപോകാനാണെങ്കിലും എത്രത്തോളം ആ ഗ്യാപ്പ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ടെന്ന് എനിക്കൊരു പിടി കിട്ടണില്ല. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി കംഫർട്ടബിൾ ആണ് ഇത്. വണ്ടി കാണുമ്പോൾ ഒരു സ്പേസ് ക്രാഫ്റ്റ് പോലെ, പെർഫെക്റ്റ് റോഡിനുള്ള വണ്ടി പോലെ ഇരിക്കും. പക്ഷേ ഈ ഹൈവേയിലൊക്കെ ഓടിച്ചിട്ടാണെങ്കിൽ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഇല്ലേ, അതൊക്കെ ബ്യൂട്ടിഫുള്ളി ആണ് കേട്ടോ. സോക്കി എടുക്കുക. ഇപ്പം ഞാൻ എക്കോ മോഡിലാണ്, ചെറിയ അടി കിട്ടിയിട്ടോ. ഡയറക്ഷൻ ചേഞ്ചിന് എഫക്റ്റ് ചെയ്യാം. ഇതറിയാം, ഇത് ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ കിട്ടും ഇത് ലോങ് വീൽ ബേസ് വണ്ടിയാണ് കേട്ടോ. പക്ഷെ ആ റീജനൊക്കെ കൊള്ളാട്ടോ. ഞാൻ കൈ കൊടുത്തു എക്കോ മോഡിൽ ഇങ്ങനെ നൈസ് ടോർക്ക് കേട്ടോ. ഓൺ ടാപ്പ് പവറാണ്. ഞാൻ റോഡ് കുറച്ച് റീജനായിട്ട് ബ്രേക്കിംഗ് കേട്ടോ. ആ പുള്ള് കണ്ടില്ലേ, റീജൻ ചാർജ് ചെയ്ത് തിരിച്ച് ചാർജ് ചെയ്യും. ആ റീജൻ നമ്മൾ സഡൻലി ത്രോട്ടിൽ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ കൈ കൊടുത്ത് സഡൻലി ത്രോട്ടിൽ സഡൻ ഹാഷ് ബ്രേക്ക് കണ്ടില്ലേ, അത് വെച്ച് തിരിച്ച് ഈ ബാറ്ററി ചാർജ് ചെയ്യും കേട്ടോ. ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു പവർ ഉണ്ട്, ചാർജ് ഉണ്ട്. റൈറ്റിലോട്ട് കൈ കൊടുക്കുന്നവർ കൂടുതൽ പവർ എടുക്കുക, കൂടുതൽ ബാറ്ററി റേഞ്ച് ചെയ്യുക. അത് ഞാൻ വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് ചാർജ് ചെയ്യും കേട്ടോ. ബാറ്ററി എത്ര പെർസെൻറ്റേജ് ആണെന്ന് കറക്റ്റ് അറിയില്ല, നോക്കണം. ട്രാഫിക് പറ്റുമോ വണ്ടി, ഇത്ര വലിയ വണ്ടി ഇടയിൽ കൂടി. ബ്രേക്ക് നോക്കട്ടെ. ബ്രേക്കൊക്കെ സെറ്റപ്പാണ് കേട്ടോ. സീറ്റ് ഓൺ ദ ഹാർഡർ സൈഡാണ്. ഇതങ്ങനെ ലോങ് ഓടിക്കുന്ന വണ്ടിയൊന്നും ഇല്ല, അത്ര റേഞ്ച് ഒന്നും ഇല്ലല്ലോ. 120 km റേഞ്ചുകൾ. പക്ഷെ ഇത് ലോങ് വീൽ ബേസ്. എനിക്ക് ഇടയിൽ കൂടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തിട്ടേ ഉള്ളൂ.
ഈ വണ്ടിയുടെ ഡയമെൻഷൻ എൻ്റെ മനസ്സിലോട്ട് കറക്റ്റ് വന്നിട്ടില്ല, എത്ര ഇടയിൽ കൊണ്ട് കുത്തിയ. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വില 17 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. ഇത് ഞാൻ കൊണ്ട് വരച്ച് എൻ്റെ ബോഡി പാനൽ സ്ക്രാച്ച് ആക്കിയ നഷ്ടം എനിക്കാ. ഇത് ഇടയിൽ കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? ഓ പറക്ക് 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 ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഹാൻഡിൽ ബാർ അങ്ങനത്തെ ഒരു പൊസിഷൻ കൊടുത്തത് ക്ലിപ്പ് ഓൺ ടൈപ്പ് പോലത്തെ ഒരു ഹാൻഡിൽ ബാർ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. റേസ്ഡാണ്, എർഗണോമിക്സ് ഒക്കെ കുഴപ്പമില്ല. ഈ ലോങ് വീൽ ബേസിൻ്റെ ഒരു എയർ അഡ്വാൻറ്റേജ് സ്റ്റേബിളാണ് കേട്ടോ വണ്ടി, കണ്ടില്ലേ? അടിപൊളി സ്റ്റേബിളാണ്. ഓൺ ടാപ്പ് പവർ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് ഫുൾ ചാർജ് ചെയ്യാൻ എത്ര കറണ്ട് എടുക്കുമെന്നൊക്കെ, ഇത് ശരിക്കും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ഒന്നുമില്ല കേട്ടോ. ഇതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. സോ ഇതിന് 8.9 kWh ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം 9 kW, 9 യൂണിറ്റ്സ് ഓഫ് കറണ്ട് വേണം ഇത് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി. ഒരു യൂണിറ്റ് കറണ്ട് എത്ര 8-9 രൂപ. സോ ഏകദേശം നിങ്ങൾക്ക് ഒരു 90 റുപ്പീസിന് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. എന്നിട്ടൊരു 130-120 കിലോമീറ്റേഴ്സാണ് ഓടാൻ പറ്റുന്നത്. പ്രാക്ടിക്കാലിറ്റി നോക്കുവാണെങ്കിൽ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, ഗ്യാസ് കുറ്റിയൊന്നും വെക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വണ്ടി, അങ്ങനത്തെ സെറ്റപ്പല്ല. സോ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ പേര് ചോദിക്കും ഇതിൽ ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റില്ല, പ്രാക്ടിക്കലല്ല, 17 ലക്ഷം ഉണ്ട്, എന്തിനാണ് ഇത്ര ഇങ്ങനത്തെ സ്കൂട്ടർ മേടിക്കുന്നത്? ഇറ്റ്സ് നോട്ട് എ സ്കൂട്ടർ ഫോർ എവരി, അത് എല്ലാവർക്കും വേണ്ടിയുള്ള സ്കൂട്ടർ അല്ല. ഇതൊരു അൾട്രാ ലക്ഷറി സ്കൂട്ടർ, ദ മോസ്റ്റ് എക്സ്പെൻസീവ് സ്കൂട്ടർ ഇൻ ഇന്ത്യയാണ്. അത് മേടിക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതെടുത്ത് സിറ്റിയിൽ ഓടിക്കാനാണെങ്കിലോ, ഇതൊരു യുണീക്ക് ഐറ്റം, ഇതെടുത്ത് ഫ്ലോണ്ട് ചെയ്യാനാണ്, ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ ഭയങ്കര അറ്റൻഷൻ ഗ്രാബിങ്. ഇതൊക്കെ സിറ്റിയിൽ വെച്ച് പോകുമ്പോൾ തന്നെ ആൾക്കാർ നോക്കും, ചോദിക്കും, കണ്ടിടത്തൊക്കെ എന്നെ പിടിച്ചു നിർത്തി ചോദിച്ചിട്ടുണ്ട് ഇത് എന്താ വണ്ടി, ഇതെന്താ സംഭവം, ഇതിന് എത്ര വിലയാണ്. വില കേൾക്കുമ്പോൾ ആൾക്കാർ യു ഇതെന്ത് വണ്ടിയാണ്. അപ്പോഴാണ് ഈ BMW ലോഗോ കാണുന്നത് കേട്ടോ. അതെ, ഇതൊരു ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റില്ല, റേഞ്ച് 120 കിലോമീറ്റേഴ്സേ ഉള്ളൂ, കൈ കൊടുത്ത് ഓടിച്ച ടോപ്പ് സ്പീഡ് 120 ഉള്ളൂ. മിക്ക അത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനൊക്കെ ഓൾമോസ്റ്റ് അതിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് എല്ലാത്തിനെയും കാട്ടിയും 10 ഇരട്ടി വിലയുണ്ട്. ഈസ് ഇറ്റ് വർത്ത് ഇട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രാക്ടിക്കൽ റീസൺസ് ഇത് അത്രമാത്രം വാല്യൂ ഫോർ മണിയല്ല. പക്ഷേ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതിട്ട് ഓടിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുക അതൊക്കെ ഇഷ്ടപ്പെടും. അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ്, ഇതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മനസ്സിലാവും. ഇതിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് അവൈലബിൾ ആണ്, EVM മോട്ടോറായിട്ട് അവൈലബിൾ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്ത് ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ എന്താണ് അൾട്രാ ലക്ഷറി BMW വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് മനസ്സിലാക്കാൻ വേണ്ടി ഈ വണ്ടി ഓടിച്ച് നോക്കിയാൽ മതി. ഇത്രയും ലോങ് വീൽ ബേസ് ഉള്ള വണ്ടി, ഇത്രയും വെയിറ്റുള്ളൊരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. അതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ഭയങ്കര വെൽ കാലിബ്രേറ്റഡ് ആണോ. അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞു തന്നെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ഭയങ്കര ഫണ്ണായിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ശരിക്കും എന്താണെന്ന് കാണിച്ചെന്ന BMW. പക്ഷേ ഭയങ്കര ഇൻസെയിൻ പ്രൈസായിപ്പോയി, അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇതെന്തായാലും നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്ത് നോക്ക്. സോ നമ്മുടെ കയ്യിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ഈ BMW CE04ൻ്റെ CE എന്ന് പറഞ്ഞാൽ C എവല്യൂഷൻ എന്നാണ് കേട്ടോ. സോ ഇത് ശരിക്കും ഒരു എവല്യൂഷനാണ് കേട്ടോ. ഈ ത്രോട്ടിൽ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അന്യായം, അത് ഓരോ മോഡിൽ ഭയങ്കര പ്രിസൈസ്ലി ട്യൂൺഡാണ്. അതിൻ്റെ ട്രാൻസിഷൻ, നമ്മൾ ത്രോട്ടിൽ കൈ കൊടുക്കുന്നു, ഓഫാക്കുന്നു, അതിൻ്റെ ആ റീജൻ്റെ ബ്രേക്കിംഗ് കിക്കിങ് ചെയ്യുന്നത്. ഈ ഡൈനാമിക് മോഡിലാണ് ഏറ്റവും കൂടുതൽ ആ റീജൻ്റെ ബ്രേക്കിംഗ് ഉള്ളത്. നമ്മൾ ത്രോട്ടിൽ ഷട്ട് ചെയ്ത് അപ്പോൾ തന്നെ വണ്ടി നിൽക്കുന്നു, അത്രയും ഹാർഷായിട്ടുള്ള ബ്രേക്കിംഗ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബ്രേക്കോ റിയർ ബ്രേക്കോ അത് ഉപയോഗിക്കേണ്ട. ഇത് സോ നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ഒട്ടും നമുക്ക് ഫ്രണ്ട് ബ്രേക്സ് ഒന്നും ഉപയോഗിക്കും. ജസ്റ്റ് വിത്ത് ത്രോട്ടിൽ കൺട്രോൾ വണ്ടി നിർത്താൻ പറ്റുന്നതാണ് കേട്ടോ. അത് തിരിച്ച് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്തെടുക്കുന്ന. ഇതിന് ടോപ്പ് സ്പീഡ് ഏകദേശം 120 km/h ആണ്. അതിൽ ഇലക്ട്രോണിക്കൽ ലിമിറ്റഡ് ആണ്, അത്ര വെച്ച് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടിപൊളി ബ്രേക്സാണ്, അടിപൊളി ആക്സലേഷൻ. 0 to 50 2.3 സെക്കൻഡ്സിലൊക്കെ അച്ചീവ് ചെയ്യുക. 0 to 100 അണ്ടർ 9 സെക്കൻഡ്സ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ GPS വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അണ്ടർ 9 സെക്കൻഡ്സിലാണ്. ഇത് 0 to 100 ഡൈനാമിക് മോഡിലാണ് കേട്ടോ. പെട്ടെന്നാണ് അച്ചീവ് ചെയ്യുന്നത്. ഹൈവേ നമ്മൾ ഫ്രം ദ ട്രാഫിക് സിഗ്നൽ കൈ കൊടുത്ത് തന്നെ ആ ട്രാഫിക്കുള്ള എല്ലാ വണ്ടിനെ ക്ലിയർ ചെയ്ത് പോകണം. ഇൻ ദ സിറ്റി ആണെങ്കിൽ എല്ലാത്തിനും ഔട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയായിട്ട്. റേഞ്ച് 120 കിലോമീറ്റേഴ്സേ ഉള്ളൂ. മാത്രമല്ല ഇത് ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റിയുള്ള. ഇപ്പോൾ ഞാൻ ചാർജർ കൈവശം എടുത്തില്ല, അതാണ് എനിക്ക് കിട്ടിയൊരു പണി. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇവിടെ കുത്തി ചാർജ് ചെയ്യാൻ പറ്റും. അത് ഏകദേശം 4 hours ഫുൾ ചാർജ് ചെയ്യാം. ഇതിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 1.5 hours 1 hour 20 minutes ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുമോ. എന്നിട്ട് 120 kilometers ഓടിക്കുക. ഇത് ഇൻ്റർനാഷണൽ, ഇത് കുറച്ച് പേരൊക്കെ എടുത്ത് ടൂർ ചെയ്യുന്നുണ്ട്. ഹൈവേസിലൂടെ സ്വീഡനിലാണെങ്കിൽ USA കുറച്ച് പേര് അക്രമമൊക്കെ ടൂറിങ് പെർ ഡേ 500 kilometers ടൂർ ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര എക്കണോമിക്കലി അവർ പറയുന്നത് ഏകദേശം $1 ഫുൾ ചാർജ് ചെയ്യുന്ന. ആ $1 അവർക്ക്
ആ $1 120 കിലോമീറ്റേഴ്സ് ഓടാൻ പറ്റും എക്കോ മോഡിൽ. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 120 കിലോമീറ്റർ 130 ആണ് BMW പറഞ്ഞാൽ ഒരു ട്രൂ റേഞ്ച് 120 കിട്ടും. അത് ഏകദേശം കിട്ടും കേട്ടോ. കാരണം എക്കോ മോഡിൽ ഒരു ആവറേജ് സ്പീഡ് 60 ഓടിക്കുമ്പോൾ ഐ തിങ്ക് 120+ കിലോമീറ്റർ റേഞ്ച് കിട്ടും. എന്നാൽ കൈ കൊടുത്ത് ഓടിച്ചാൽ അത്രയും കിട്ടില്ല കേട്ടോ. എന്നാൽ എക്കോ മോഡും ഡൈനാമിക് മോഡിൽ ഒരു 20% ഡിഫറൻസ് ഉണ്ട്. അത്രയും മാത്രം കൂടുതൽ പവർ കൺസപ്ഷൻ എടുക്കുന്നുണ്ട്, കൂടുതൽ പവർ എടുക്കുക, കൂടുതൽ പവർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് റേഞ്ച് കുറച്ച് കുറയും കേട്ടോ. എക്കോ മോഡിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആ പറഞ്ഞ റേഞ്ച് കിട്ടുള്ളൂ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് വേർതിരികെ കാണുന്നതാണ് ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് ഈ അവസാനമാണ് കണ്ടുപിടിച്ചത്. അതൊന്ന് ഇട്ട് നോക്കാനുള്ള ടാസ്ക് ഞാൻ കേട്ടോ. ഫൈനലി കഷ്ടപ്പെട്ട് ഞാൻ വരച്ചിട്ട് ടാസ്ക്കാണ് ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. 150-160 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഡീസൻ്റ് ആണ്. പക്ഷേ എന്നാൽ നമ്മുടെ ചില ഹമ്പിലൊക്കെ തട്ടുമെന്ന് പ്രശ്നം. പക്ഷേ ഇതുവരും തട്ടിയില്ല. കാരണം ഇതിൻ്റെ ഫ്ലോ ബോർഡിലാണ് ഇതിൻ്റെ ബാറ്ററി മൗണ്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ വെൻസ് ആണെങ്കിൽ അതിൻ്റെ എയർ ചാനലിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത്ര വിസിബിളാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പേടി ഇത് വല്ല ഹമ്പിൽ ചാകുമ്പോൾ തട്ടുമില്ലെന്ന് ഞാൻ എപ്പോഴും നോക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ റേഞ്ച് ആൻസൈറ്റി. ഇത് അങ്ങനെ ടൂറിങ്ങിനുള്ള ഒരു സ്കൂട്ടറല്ല, ഇത് മൊബിലിറ്റി വെഹിക്കിൾ, എർബൻ മൊബിലിറ്റി വെഹിക്കിളാട്ടോ. സിറ്റി യൂസേജൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം. പക്ഷേ ഇതിൻ്റെ സീറ്റാണ് ഈ ഷോർട്ടർ സിറ്റി റേസൊന്നും കുഴപ്പമില്ല, വിത്ത് പില്ലിയൻ ആണെങ്കിൽ കുഴപ്പമില്ല. ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ ഒരു ½ an hour ഞാൻ ഇരുന്ന് ആ ട്രാഫിക്കൊക്കെ അരൂരൊക്കെ പോയി ഹൈവേയിലൂടെ തിരിച്ച് എടപ്പള്ളിയൊക്കെ പോയി തിരിച്ച് എനിക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് സീറ്റ്. ഇറ്റ് ലുക്സ് ഗുഡ്. ഈ BMW ഈ അവാൻഡ് ഗാർഡ് ഈ വേരിയൻ്റ് ഈ ബ്ലൂ കളർ വിത്ത് ഓറഞ്ച് ആക്സെൻറ്റൊക്കെ ഞാൻ എവിടെ ട്രാഫിക്കിൽ നിർത്തിയാൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി എന്തെങ്കിലും ചായ കുടിക്കാനൊക്കെ പോയാൽ എവിടെ നിർത്തിയാൽ ആൾക്കാർ ചോദിക്കും ഈ വണ്ടിയെ കുറിച്ച് ഇതെന്താ വണ്ടി എന്താ. അപ്പോൾ ഞാൻ പറയും ഇത് ഇന്ത്യത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള അൾട്രാ ലക്ഷറി ഇലക്ട്രിക് സ്കൂട്ടറാണ് ബൈ BMW. അപ്പോൾ അവർക്ക് വില എത്രയാണ്? അപ്പോൾ ഞാൻ പറയും ഓൺ റോഡ് ഒരു 17 ലക്ഷം രൂപ വരും. അപ്പോൾ എല്ലാവരുടെയും കണ്ണ് തള്ളും, എല്ലാവരും വന്ന് നോക്കി. ഭയങ്കര അറ്റൻഷൻ ഗ്രാബിങ് വണ്ടിയാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഫോർ എവറി വൺ. പക്ഷേ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ദ മണി ഫോർ ഇറ്റ്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഇതിന് മേടിക്കാനുള്ള കാശുണ്ടായി ഞാൻ ഡെഫിനറ്റ്ലി ഇത് മേടിച്ചത്. കാരണം ഇത് അത്ര ഫണ്ണാണ്. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്താണ് എൻ്റെ മൈൻഡിലുള്ള ആ ഹാൻഡ്ലിങ്, ആ ഫണ്ണ്, ആ ആക്സലറേഷൻ, ആ സൈലൻറ്റ്നെസ്, ഒരു ഫുൾ റിഫൈൻഡ്, ഒരു വൈബ്രേഷനും ഇല്ല. ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മൾ അധികം സാധനമൊന്നും വെക്കാൻ പറ്റില്ല. ഒരു ഹെൽമെറ്റ്, ഫുൾ സൈസ് ഹെൽമെറ്റ് വെക്കാം. പക്ഷേ അങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള സാധനങ്ങൾ ഇതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് നോട്ട് ദ മോസ്റ്റ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ. പക്ഷേ വാട്ട് ആൻ ഇലക്ട്രിക് സ്കൂട്ടർ ഷുഡ് ബി, അതാണ് ദ BMW CE04 കേട്ടോ. ഫണ്ണാണ്, അത്രയും ടോർക്കാണ്, ആ ത്രോട്ടിൽ കൊടുക്കുക, അത്ര റെസ്പോൺസീവ്നെസ് ആണ് കേട്ടോ. മാത്രം ആ ട്രാക്ഷൻ കൺട്രോൾ ഉള്ളതുകൊണ്ട് ഇത്ര ലോങ് വീൽ ബേസ് വണ്ടി ഞാൻ ചെറുതായിട്ട് ഡൈനാമിക് കൊണ്ട് സൈഡ് ചെറുതായി ത്രോട്ടിൽ കൊടുക്കുമ്പോഴേക്കും ആ സൈഡ് കറങ്ങി വരും കേട്ടോ. അതൊക്കെ ഫണ്ണാണ്. അക്രമം എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പെൻസീവ് വെഹിക്കിൾ, അത്രമാത്രം അക്രമം കാണിച്ച് നടക്കേണ്ട വണ്ടിയില്ല. പക്ഷേ എന്നാലും ഇറ്റ് ഈസ് ഡാം ഗുഡ് ഫൺ കേട്ടോ. ഓടിച്ചെടുക്കാൻ ഭയങ്കര സന്തോഷം. എനിക്ക് ഓടിച്ചപ്പോൾ ഞാൻ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചിട്ട് ഞാൻ അൾട്രാവയലറ്റ് ഓടിച്ചപ്പോൾ എനിക്ക് ഇത്ര മാത്രം എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. സംതിങ് ഗുഡ്, ഒരു സ്പേസ് ക്രാഫ്റ്റ് ഓടിച്ചെടുക്കുന്ന ഒരു ഫീലിംഗ് ഈ വണ്ടി ഓടിക്കുമ്പോൾ കേട്ടോ. ഡെഫിനറ്റ്ലി ഈ വണ്ടി പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊക്കെ നമ്മുടെ EVM മോട്ടോറിൽ ഈ വെഹിക്കിൾ അവൈലബിൾ ആണ്. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞ് തിരിച്ച് പോട്ടെ. അതിന് മുമ്പ് നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അവിടെ വിളിച്ച് കോൺടാക്ട്, ആ നമ്പേഴ്സും ഡീറ്റെയിൽസൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് വിളിച്ചൊന്ന് ഓടിച്ച് നോക്കി ഈ വണ്ടി. എന്താണ് BMW ടേക്ക് ഓൺ ഇലക്ട്രിക് സ്കൂട്ടർ, അത് അൾട്രാ പ്രീമിയം ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ എന്താണ് സെറ്റപ്പ് എന്ന് അറിഞ്ഞിരിക്കണം. ഡെഫിനറ്റ്ലി ഗോ റൈഡ് ഇറ്റ്. ആ ഡൈനാമിക് മോഡിലിട്ട് ഒന്ന് ഓടിച്ച് നോക്കണം കേട്ടോ. സെറ്റപ്പ് വണ്ടിയാണ്. ഇതിൻ്റെ ഹാൻഡിൽ നമുക്ക് വിചാരിക്കും ഇത്ര ലോങ്ങർ വീൽ ബേസുള്ള വണ്ടി ഇത്ര ഹാൻഡ്ലിംഗ് ആണെന്ന്. ആ ഫ്ലോ ബോർഡിൽ അടിയിൽ ബാറ്ററി വെച്ചുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലോ ആണ്. അതേപോലെ ഇതിൻ്റെ മോട്ടറിൻ്റെ ഷാസിയിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് സ്വിംഗ് ആമിലോ ഹബ് മൗണ്ടഡ് ഒന്നുമല്ല. അതുകൊണ്ട് അൺസ്പ്രങ് വെയിറ്റും കുറയ്ക്കാൻ പറ്റും. ലോവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. നല്ല ഹാൻഡ്ലിംഗ് ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ വെയിറ്റ് ഓടി തുടങ്ങുമ്പോൾ ഒട്ടും അറിയില്ല. 231 kgs ഉണ്ട്. ഇത് സെൻറ്റർ സ്റ്റാൻഡ് ഇടുമ്പോൾ ഈ വണ്ടി സെൻറ്റർ സ്റ്റാൻഡ് ഇടുമ്പോൾ മാത്രമേ ഇതിൻ്റെ വെയിറ്റ് അറിയുള്ളൂ. ഇത് ഓടി തുടങ്ങി ഭയങ്കര ലൈറ്റ് ഫീലിംഗ് ആണ് കേട്ടോ. പക്ഷേ ഷാർപ്പായിട്ട് കോൺട്രാക്ട് എടുക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് വെയിറ്റുള്ള വണ്ടിയാണ്. പക്ഷേ എന്നാലും ത്രൂ സിറ്റി പോകുകയാണെങ്കിൽ ഞാൻ അത് വെച്ച് ഭയങ്കര സൈസുള്ള വണ്ടിയാണ്, കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ എയറോക്സ് കൊണ്ടുപോകുന്ന പോലെ തന്നെ എല്ലാ ഈവൻ ബെറ്റർ കാരണം ഓൺ ടാപ്പ് പവർ ഉണ്ട്. ഈ നമ്മുടെ ബാക്കി സ്കൂട്ടേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ റെവ് ചെയ്ത് ഒരു RPM എത്തണം, ആ പീക്ക് പവർ കിട്ടുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വെരി ലിറ്റിൽ ജസ്റ്റ് ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആ ഫുൾ ടോർക്ക് കിട്ടുവാണ്. എൻറ്റയർ എമൗണ്ട് ഓഫ് ടോർക്ക് ലോ ഡൗൺ അത്രയും കിട്ടുമ്പോഴേക്കും വേറെ എൻറ്റയർ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഐ ട്രൂലി എൻജോയ്ഡ് ഇറ്റ്. ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോഴും പറയും എനിക്കിത് മേടിക്കാനുള്ള കാശുണ്ടായി, ഡെഫിനറ്റ്ലി ഞാൻ അത് മേടിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ യുണീക്ക് അൾട്രാ ലക്ഷറി ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുവാണെങ്കിൽ ഇന്ത്യത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് സ്കൂട്ടർ BMW ഇറക്കിയുണ്ട് ആൻഡ് ഇറ്റ് ക്യാൻ ബി യോസ്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊക്കെ EVM മോട്ടോറിലുണ്ട് കേട്ടോ. സോ അതാണ് പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.